ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ കരുതൽ എണ്ണശേഖരം എന്ന സ്വപ്നം അധികം വൈകാതെ യാഥാർത്ഥ്യമാകും. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് ആണ് അതിനായുള്ള പ്രൊജക്ട് നിർമ്മിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്നതും. ഏകദേശം 5700 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള പദ്ധതികളിലെ ഏറ്റവും നിർണായകമായ തീരുമാനമാകും ഈ പദ്ധതി. ഇന്ത്യയുടെ എണ്ണ ആവശ്യകത ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ആ വസ്തുത മുന്നിൽ നിൽക്കുമ്പോഴും ഇന്ത്യയിൽ അതിനായുള്ള കരുതൽ ശേഖരമില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ആഗോള വിപണികളിലെ ചെറിയ എണ്ണവില ചാഞ്ചാട്ടങ്ങൾ പോലും ഇന്ത്യയെ സാരമായി ബാധിക്കും. കഴിഞ്ഞ കുറേ കാലങ്ങളായി പുതിയ റിസർവുകൾ കൂട്ടിച്ചേർക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടിരുന്നു. നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് മികച്ച ഡീലിൽ എണ്ണ ലഭിക്കുന്നുണ്ട്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നതും. ഇതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ട്രംപ് പ്രഹരമേൽപ്പിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതിനാലാണ് തന്ത്രപ്രധാനമായ ദേശീയ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ മേഖലയെ കൂടി ഉൾപ്പെടുത്തിയത്. പുതിയ റിസർവോടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. എണ്ണ ആവശ്യകതകളുടെ 85% രാജ്യം ഇറക്കുമതി ചെയ്യുകയാണ്. അതിനാൽ തന്നെ ആഗോള എണ്ണ വിലയിലെ ചാഞ്ചാട്ടം വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനാണ് റിസർവ് വിപുലീകരിക്കുന്നത്. പുതിയ സൗകര്യം ഇന്ത്യയുടെ നിലവിലുള്ള തന്ത്രപരമായ അസംസ്കൃത എണ്ണ ശേഖരം ഗണ്യമായി ഉയർത്തും. നിലവിൽ ഇന്ത്യയുടെ എണ്ണ റിസർവ് ശേഷി 5.33 ദശലക്ഷം മെട്രിക് ടൺ ആണ്. നിലവിൽ സാഹചര്യത്തിൽ ഇന്ത്യയുടെ 8 മുതൽ 9 ദിവസത്തെ ആവശ്യകത നിർവഹിക്കാനുള്ള ശേഷി മാത്രമേ ഇതിനുള്ളൂ. അതേസമയം അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി അതിന്റെ പൂർണ്ണ അംഗത്വത്തിനായി 90 ദിവസത്തെ ആവശ്യം നിറവേറ്റാനുള്ള ശേഷി ആവശ്യപ്പെടുന്നു. ഇന്ത്യ ലക്ഷ്യം വെക്കുന്നതും ഇത് തന്നെയാണ്. കർണാടകയിലാണ് പുതിയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇന്ത്യയുടെ നിലവിലെ കരുതൽ ശേഖരത്തിന്റെ ഒരു ഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2.5 ദശലക്ഷം മെട്രിക് ടൺ ആണ് പുതിയ റിസർവിന്റെ ശേഷി. 5700 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഈ സംഗീതത്തിൽ നിലവിലെ വിലയിൽ അസംസ്കൃത എണ്ണ നിറയ്ക്കുന്നതിന് 11,020 കോടി രൂപയുടെ അധിക ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട്. 60 വർഷത്തേക്ക് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതിയാണ് മേഘ എഞ്ചിനീയറിംഗിനുള്ളത്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡലിലാണ്. പദ്ധതിയിലേക്കുള്ള സർക്കാരിന്റെ സംഭാവന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് രൂപത്തിലാകും. ഇത് പരമാവധി പദ്ധതി മൂല്യത്തിന്റെ 60% പരിമിതപ്പെടുത്തിയിരുന്നു. ഈ സീലിംഗിന് തൊട്ടു താഴെ ബിഡ് ചെയ്തുകൊണ്ടാണ് മേഘ ഡീൽ സ്വന്തമാക്കിയത്. ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് സൗജന്യമായി വിട്ടു നൽകുന്ന 214 ഏക്കർ ഭൂമിയിലാകും ഈ സംഭരണ സൗകര്യം ഉയരുക. രാജ്യത്തെ സംബന്ധിച്ച് ഇത് ചരിത്ര നിമിഷം കൂടിയാണ്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് പദ്ധതിയിൽ സ്വകാര്യ മേഖല നേരിട്ട് പങ്കാളിയാകുന്നത് ഇതാദ്യമായാണ്. പദ്ധതിയുടെ ഭാഗമായി ക്രൂഡ് ഓയിൽ വ്യാപാരം ചെയ്യാൻ മേഘയ്ക്ക് വാണിജ്യ സ്വാതന്ത്ര്യം ഉണ്ടാകും. എന്നാൽ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് എണ്ണയുടെ ആദ്യ അവകാശം സർക്കാരിനാണ്. ഇത്രയും വലിയ എണ്ണ ബഫർ ഒരുക്കുന്നത് വഴി ആഗോള വില ചാഞ്ചാട്ടങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിയും.